മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വിവരം പുറത്തായതിൽ CPM കേന്ദ്രങ്ങളിൽ കടുത്ത അതൃപ്തി. അതീവ രഹസ്യമായി വെച്ചിരുന്ന സന്ദർശന വിവരം എങ്ങനെ മാധ്യമങ്ങൾ അറിഞ്ഞു എന്നതിനെക്കുറിച്ച് പാർട്ടി അന്വേഷണം നടത്തിയേക്കും. പൊതുവെ അധികമാരും തിരിച്ചറിയാത്ത വിവേകിനെ ലക്ഷ്യം വെച്ച് ക്യാമറകൾ എത്തിയത് ആസൂത്രിതമാണെന്ന സംശയം ശക്തമാണ്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു കുടുംബസമേതം വിവേക് കിരൺ ദർശനത്തിനെത്തിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഇവർക്കൊപ്പമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ VIP സന്ദർശനങ്ങൾ ദേവസ്വം ബോർഡ് മാധ്യമങ്ങളെ അറിയിക്കാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായിരുന്നില്ല. എന്നാൽ സന്ദർശന സമയത്ത് ഒരു പ്രത്യേക ചാനലിന്റെ ക്യാമറ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയത് പാർട്ടിയെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കെ കൃത്യസമയത്ത് ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകർ എത്തിയത് വിവരം ബോധപൂർവം ചോർത്തി നൽകിയതാണെന്ന സൂചനയാണ് നൽകുന്നത്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്കോ പ്രാദേശിക പാർട്ടി കേന്ദ്രങ്ങളിലേക്കോ ആണ് സംശയത്തിന്റെ നിഴൽ നീളുന്നത്. ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്താനെത്തിയത് CPM നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമപ്രവർത്തകരെ ദേവസ്വം ജീവനക്കാർ തടഞ്ഞു. ദൃശ്യങ്ങൾ ഉടൻ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും മാധ്യമപ്രവർത്തകരെ പിടിച്ചുതള്ളുകയും ചെയ്തത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരണത്തിന് കോടതിയുടെ കർശന വിലക്കുണ്ടെന്നും അത് ലംഘിച്ചതിനാലാണ് ദൃശ്യങ്ങൾ നീക്കം ചെയ്യിച്ചതെന്നുമാണ് ദേവസ്വം അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം. അതീവ രഹസ്യമായ സന്ദർശനം വിവാദമായതോടെ സുരക്ഷാ ക്രമീകരണങ്ങളിലുണ്ടായ പാളിച്ചയും വിവരം ചോർന്ന സാഹചര്യവും ഗൗരവത്തോടെ കാണാനാണ് CPMന്റെ തീരുമാനം. സന്ദർശനം വാർത്തയാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നും പാർട്ടി പരിശോധിക്കുന്നുണ്ട്.